Mrs. Geeta James. Next to another, Dr. Veena Mary, Miss Sarah Bobby, Mrs. Sheila Sabu. Let's welcome our chief guest, Padma-Bhushan Dr. Jose. The YWCA Annual Day 2025. We are your MCs for the day. Myself, Helen Mary Sebastian. Myself, Veena Mary Francis. Today we gather not just to mark another year past, but to celebrate the incredible achievements, resilience, and the spirit that define the YWCA. From advocacy to education, from empowerment programs to community outreach, the YWCA has been at the forefront of positive change, ensuring that every person has the opportunity to thrive. As we come together tonight, let's reflect on the journey we've undertaken, the challenges we have overcome, and the victories we have achieved. Throughout the evening, we will be treated to inspiring performances, insightful speeches, and heartfelt stories that embody the spirit of YWCA. So sit back, relax, and prepare to be inspired as we celebrate the past, present, and future of this remarkable organization. As we begin, first let me request the dignitaries to grace the stage with your presence. So let's all stand and give a standing ovation to the dignitaries while they get seated on the stage. Let me welcome Dr. Kuku Matar, Father Anthony Puttupula, Director of Family Episode, Pidurvedi and Madhurvedi, Diocese of Kodamangalam. Dr. Jose Chango Perembra, Cardiac Surgeon, Lizzie Hospital, Kochi, escorted by Mrs. Renju Bobby. Let's give a huge round of applause to the audience. Please be seated.
ഒരു പുതിയ കീർത്തനം ആരംഭിക്കുന്നു. കുഞ്ഞു മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി കൊടുക്കലേ, അവിടുത്തെ നാമത്തെ വാഴ്ത്തലേ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുകയും ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുകയും ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുകയും. എന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്, സകല ദേവന്മാരെക്കാൾ ഭയപ്പെടേണ്ടവരുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിന്റെ സൃഷ്ടാവാണ്. മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട്, ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് തള്ളിക്കളയാതെ, തൻ്റെ ദയയെങ്കിൽ എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ സായാഹ്നം ഞങ്ങൾക്ക് ഒത്തുചെയ്യുവാൻ തക്കവണ്ണം അനുകൂലമാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം നാഥ. കർത്താവെ, ഈ വൈദ്യുതിയ പ്രസ്ഥാനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇതിൽ അംഗങ്ങളാകുവാനും ദൈവരാജ്യ വിപുലീകരണത്തിനായി പ്രവർത്തിക്കുവാനും തന്ന നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. യേശുക്രിസ്തുവിൻ്റെ ദർശനങ്ങളും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോടുള്ള അങ്ങയുടെ സമീപന മാതൃകയും സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യുവജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കാലാകാലങ്ങളിൽ വിദേശത്തും സ്വദേശത്തും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും വിശേഷാൽ ഞങ്ങളുടെ ഈ അസോസിയേഷനിലെ ഉത്സുകരായ ഭാരവാഹികൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവവിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലൂടെ WSA പ്രസ്ഥാനം സമൂഹത്തിൽ പരിവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും കാരണമാകുവാൻ ഉതകത്തക്കവണ്ണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങ് നിറവുള്ളതാക്കി തീർക്കണമേ. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ യുവജനങ്ങൾക്കായി ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് അനാരോഗ്യ പ്രലോഭനങ്ങളിലും അകപ്പെട്ട് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കരുതേ. അങ്ങ് ഈ ലോകത്തിൽ നയിച്ച ജീവിതമാതൃക പിന്തുടർന്ന് സഹോദരങ്ങളെ സ്നേഹിക്കുവാനും സമൂഹത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നവരായി വളർന്നു വരുവാനവരെ തുണയ്ക്കണമേ. കർത്താവേ, ഇന്ത്യ മഹാരാജ്യത്തിനും കേരള സംസ്ഥാനത്തിനുമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിക്ഷോഭത്താലും യുദ്ധങ്ങളാലും ഭീകര പ്രവർത്തനങ്ങളാലും ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സമാധാനപ്പെടുത്തേണ്ടേ. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് മാനുഷിക ദർശനം അടിസ്ഥാനമുള്ള നൽകി നിരാശയും ദുഃഖവും പട്ടിണിയും അനുഭവിക്കുന്ന അശരണരായ ജനത്തിൻ്റെ വ്യഥ മനസ്സിലാക്കുവാനുള്ള നന്മ നൽകണമേ. അങ്ങ് സൃഷ്ടിച്ചു നൽകിയ നല്ല ഭൂമിയെയും അതിലെ ചരാചരങ്ങളെയും വെള്ളം, വായു, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെയും ഞങ്ങളുടെ അമിത ഭോഗാസക്തി മൂലം ദുരുപയോഗപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. വീണ്ടും നാഥ, ഈ സന്തോഷകരമായ ദിനത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കായി നന്ദി പറയുന്നു. ഉത്തമ വൈദ്യനും മഹാപുരോഹിതനുമായ കർത്താവ്, അശരണരും ആയ ആളുകളുടെ ജീവിതത്തിൽ ഇനിയും ആശ്വാസവും പ്രത്യാശയും നൽകുവാൻ തക്കവണ്ണം അങ്ങ് ഇവരിലൂടെ പ്രവർത്തിച്ച് അനുഗ്രഹിക്കണമേ. WSAയുടെ അകത്തും പുറത്തുമായി നിന്ന് ഞങ്ങളുടെ പാതകളെ മുന്നോട്ട് നയിക്കുവാൻ വഴി തെളിയിച്ചു തരികയും പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന സുമനസ്സുകളെ നന്ദിപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അന്ധകാരത്തിൽ പ്രകാശവും ബലഹീനതയിൽ ഞങ്ങളുടെ ശക്തിയുമായ കർത്താവേ, അങ്ങയോട് ചേർന്ന് അങ്ങയുടെ വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയുന്നു. Welcome our vibrant and enthusiastic President Dr. Guru Matai to deliver the presidential address and welcome speech. Ma'am, please. Chief guest of our annual day celebrations, Padma Bhushan Dr. Jose Chapo Beripuram, respected Father Anthony Pudarulam, Director, Nest Pastoral Center, Secretaries Philomena Baby and Vinnie Sebastian, dearest Prince Sajjan, family members and YWCA members. We, the 109 members of the YWCA of Movatura, proudly present before you fun, food and frolic our annual day celebrations for the year 2025. I have often talked about this before, but I have no difficulty speaking about this again because today happens to be the day of the Pentecost, the day of the Holy Spirit,
And when I took charge of the YWCA, I confessed to all of you that I was in a quandary. I really didn't know how to go about it. I had been a president, but that was 25 years back. ഞാൻ എല്ലാം മറന്നു പോയായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം വെളുപ്പിനെ എനിക്ക് I could really hear the still small voice of the Holy Spirit telling me, come on, go ahead, I'm with you. And today being the day of the Pentecost, I feel we are extremely blessed to have our annual day today. And I feel that Holy Spirit is always with me, telling me what to do, what not to do, where to go, where not to go. So the Almighty has really blessed our path these last 2 years. All 109 of you have backed me completely. I honestly cannot recall even a single moment ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഒരാൾ പോലും എൻ്റെ കാര്യം നിരസിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ ഈ 2 വർഷവും എനിക്ക് ഓർമ്മയില്ല. അത്രയ്ക്ക് ഒരു ബാക്കിംഗ് ആയിരുന്നു 150 മെമ്പേഴ്സ് എനിക്ക് 2 വർഷം തന്നത്. എന്തെങ്കിലും വിജയം നമ്മളോ ഞങ്ങളുടെ ടീമോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് 109 of you have been behind me, right, left and center, and that is the strength of our association. The board of 2023 was aptly named the Spice Girls. That year was really spicy and truly an exciting start to a 2-year journey. The board of 2024 included many new and young members, so we named this board the YWCA Warriors. Truly, young girls and young ladies took up the duties entrusted to them in true warrior style. The bird that I am, as I always say, is well balanced by the 2 wings of support that I truly enjoyed in Mini and Philojeji, my secretaries for the last 2 years. These 2 leaders directed each of my moves with enthusiasm and good cheer, and whatever I have achieved is because of these 2 friends of mine. We call ourselves We3, and we totally relate to each other 100%. God sends angels into our midst, and one such angel flew in from Mumbai. You all know who she is, none other than Dr. Tamanna Shenoy. She landed in Moachura into our hospital and then into the YWCA, and she gave so much of grace, vigor and enthusiasm to this movement. ഒരു ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് ആണ്, അതിനേക്കാൾ ഉപരി ഒരു ഡെക്കറേറ്റർ ആണ്, ഇന്റീരിയർ ഡിസൈനർ ആണ്, എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യ. എവറി ഡേ ഷീ സർപ്രൈസസ് us with one thing or the other. She has shaken us up. നമ്മൾ ഇതൊരു കൂടിലിങ്ങനെ ഇരിക്കുമായിരുന്നു, ഇവിടെ വന്ന് നമ്മളെ എല്ലാവരെയും കൊണ്ട് ഇളക്കി കൊടുത്തു and put us in a level which we couldn't even imagine. And this beautiful hall you see today is her work. Of course, she is supported by Shyamala. Shyamala has also helped Tamanna to make this hall very beautiful. And I have absolutely no words to describe you, my dear friend Tamanna. And the directory we are about to release today is mainly the work of Chinama Chechi and Tamanna. And these 2 leaders are really exemplary in their work for the YWCA. My vice presidents Gigi and Sotna have quietness, dignity and deep love for everybody in this organization, but I deeply miss their presence today. Sheena, my treasurer for the last 2 years, has never questioned my sometimes wild and uncontrolled activities. She has always given me the green light. Oh, go ahead, ചെയ്തോ. ഒരിക്കൽ പോലും പൈസ ഇല്ല, ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടേ ഇല്ല. ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത്. പക്ഷെ ഷീല എല്ലാം ഉണ്ട്, ഒക്കെ ചെയ്തോ മാത്രമേ പറഞ്ഞുള്ളൂ. ഷീല, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ഫോർ ദ ലാസ്റ്റ് 2 years. Hats off to this chirpy 84-year-old. 20 years we are apart, but we remain the best of friends. She flagged me off on my journey as president, and friends, you know who she is, Mrs. Chinnamma Jacob. She has done so many things for the YWCA all these years, but the last 2 years I have known her personally to do so much stuff for the YWCA. She is the quizmaster for all our religious meetings. She is the brain behind our new directory, and the persistent efforts of she and Geeta have made air conditioning of our hall a reality last year. Thank you, Chinnamma Chechi. Her patapams, her undas and the chocolate cakes are familiar to all of us. She has tickled her palates off and on, and I bow my head in quiet respect to you, Chinnamma. Geeta Marcos and Geeta James are both my cousins. They are national leaders of the YWCA. They have always given me their blessings and support in every way.
And with a twinkle in her eye and a loud laugh and great jokes, Kunmalachi, you have always inspired me day in and day out. Thank you. Minu Francis is young leader, a thorough and perfect person. Every detail of the Bible message she writes down in her beautiful handwriting, and nothing can go wrong when Minu is in charge of any meetings. Minu and Helen, the two youth members who have really compared all our meetings for the last 2 years, they do a perfect job in comparing all our meetings. And Minu and Helen, we don't know what we would have done without your praise. Thank you so much, dear. Entertainment programs were completely handled by Mary P. Jacob last year and Sidhu George this year. Minimod and Manju Gigi took over the worry of the food and snacks from me. First class food was often the result of their hard work. Thank you, Minimod and Manju. I can go on and on saying at least a line of the 109 of you, but I know it is not humanly possible. Now I have to get on to the responsibility of doing my well done. Our chief guest, Dr. Jose Chacko Peripuram, cardiac surgeon of DC Hospital, Padma Shri and Padma Bhushan. I have known Jose for the last 47 years. We started our medical journey together in Kottayam Medical College in 1978. And the one word, if I choose to describe Jose, is humility. ഇത്രയും താഴ്മയുള്ള ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. He has reached the pinnacle of fame in his selected field, and our nation has honored him with 2 Padma Awards. How many appointments I have fixed for Jose from so many people. ഓപ്പറേഷൻ്റെ മിഡിലായിട്ട് ഞാൻ ചിലപ്പോൾ വിളിക്കുന്നത്, ഞാനല്ല ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ എല്ലാം കഥ ചെയ്താൽ ഞങ്ങൾ 80 പേരുണ്ട്. 80 പേരും പറയുന്നില്ല ഓപ്പറേഷൻ്റെ നടുക്കാണെങ്കിൽ പോലും ജോസ് സെക്രട്ടറിയെ കൊണ്ട് ഫോൺ എടുപ്പിക്കും. എന്നിട്ട് വൈകിട്ട് ഞങ്ങൾ വിളിച്ചില്ലെങ്കിലും ജോസ് തിരിച്ചു വിളിക്കും. എന്താണ് ആവശ്യം എന്ന് ചോദിച്ച് എത്രയോ പേർക്ക് അപ്പോയിൻമെൻറ്റ് ഞാൻ എൻ്റെ ചെറിയ സ്ഫിയർ ഇൻഫ്ലുവൻസ് ജോസിന് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആൻഡ് ഞാൻ ചിലപ്പോൾ ജോസിനോട് ചോദിക്കും, ജോസിന് ഇത് വലിയ പ്രയാസമുള്ള സർജറിയുടെ പേടിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചു, രാവിലെ കുക്കു, ക്യാരറ്റ്, ബീൻസ്, സവാളയൊക്കെ അരിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അരിയും. അപ്പോൾ പേടി തോന്നുമോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് എത്ര ഉള്ളത് ഹാർട്ട്. ഒരിക്കലും മറക്കത്തില്ല ജോസിൻ്റെ കോൺഫിഡൻസ് ഹി ഹാസ്. ആൻഡ് ഞങ്ങൾക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. കഴിഞ്ഞ വർഷം ബിനോയ്ക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഞങ്ങൾ ഡിസിയിൽ അഡ്മിറ്റ് ചെയ്തപ്പം ഇച്ചിരി ഡിഫിക്കൽട്ട് പൊസിഷനിലായിരുന്നു ബ്ലോക്ക്. സോ അവിടുത്തെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇത് ചിലപ്പം ദിസ് മേ ഗോ ഓൺ ടു എ ബൈപ്പാസ് സർജറി. അപ്പോൾ സിസ്റ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു, ബൈപ്പാസ് ആണോ? ഡോക്ടർ ജോസിന് 2 മാസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ജോസ് ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നു. ആദ്യത്തെ ദിവസം വന്നു, 2ാമത്തെ ദിവസം വന്നു. ജോസ് വരുന്നതിൻ്റെ ഒരു സംഭവമാണ്. ആദ്യം ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു വലിയ സിസ്റ്റർ വരും, ഞങ്ങൾ പോയി വരും, ഇപ്പോൾ ഡോക്ടർ ജോസ് വരുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ എഴുതിട്ടൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് ആ വാർഡിലെ സിസ്റ്റർ 3-4 പെൺപിള്ളേരോട് വരും, റെഡിയാണോ? ഡോക്ടർ ജോസ് ഇപ്പോൾ വരും. ഡോക്ടർ ജോസ് വരുന്ന ബ്ലൂ സ്ക്രബ്സ് ഒക്കെ ഇട്ട് തിയേറ്ററിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങളോട് വർത്താനം പറഞ്ഞിരുന്നു. അപ്പം ബിനോയ് ഇങ്ങനെ പറഞ്ഞു, ജോസെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, CAPGയിലേക്ക് ബൈപ്പാസിലേക്ക് പോവല്ലോ, ഇപ്പം 2 മാസം ആണല്ലോ ഗ്യാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ജോസ് വന്നു, 2 മാസം എല്ലാവർക്കും അല്ലേ, നിങ്ങൾക്കല്ല. So I knew പിറ്റേ ദിവസം ബൈപ്പാസ് വേണമെങ്കിൽ he would have done this for me and for Binoy. Such is the affection I have for this great and humble leader. Thank you, Jose. എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ജോസിനെ ഇവിടെ ഒന്ന് കൊണ്ടുവരണമെന്ന്. 2 വർഷമായിട്ട് ഞാൻ പല പണിയും നോക്കി, പല പരിപാടിയും നോക്കി. അല്ലെങ്കിൽ ജോസ് സ്ഥലത്തില്ല, അല്ലെങ്കിൽ ജോസിന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് തന്നെ ജോസ് എന്നോട് പറഞ്ഞു, ഞാൻ വരുന്ന കാര്യം എപ്പോഴും ഒരു ഇതിട്ട് വെച്ചേക്കണം. ഞങ്ങൾക്ക് അതുകൊണ്ട് അച്ഛനുള്ളതുകൊണ്ട്, അച്ഛനുള്ളതുകൊണ്ട് എങ്ങാനും ഒരു പെട്ടെന്ന് സർജറി വന്നാൽ ജോസ് ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു ചീഫ് ഗസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു ഞങ്ങൾക്ക്. എനിവേ ഇന്നലെ തൊട്ട് ഞാനും ജോസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ജോസിൻ്റെ വൈഫ് ഹൗസ് ജെയ്മി ഇസ് എ സോയിൽ ഡോട്ടർ ഓഫ് ദ സോയിൽ. ഷീ ബിലോങ്സ് ടു കുര്യത്തരം ഫാമിലി. ഷീ ഈസ് ആക്ച്വലി ഇൻ ടൗൺ. ഞാൻ ജെയ്മിയോട് വരാൻ പറയായിരുന്നു, പക്ഷെ അമ്മച്ചിക്ക് സുഖമില്ല. അതുകൊണ്ട് ജെയ്മിക്ക് കുറച്ച് നേരം അമ്മച്ചിനോട് ഇരിക്കണം, അല്ലെങ്കിൽ ജെയ്മി തീർച്ചയായിട്ടും വന്നേനെ. A person who is even more humbler than Jose is Jamie, a perfect friend to all of us. So thank you. It's a great pleasure to welcome Padma Bhushan, Dr. Jose Chacko Peripuram, to our annual meeting today. പുത്രങ്ങളച്ഛനെ എങ്ങനെയാണ് വെൽക്കം ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അച്ഛന് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും എത്ര പ്രാവശ്യമാണോ ഈ ഹോളിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അച്ഛൻ തൊട്ട് താഴെയുള്ള സ്കൂളിലായിരുന്നുകൊണ്ട് ഞങ്ങൾ 3 പേരും പല ആവശ്യത്തിനും അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അച്ഛൻ ഒരിക്കലും ഞങ്ങൾ വെയിറ്റ് ചെയ്തെത്തിയിട്ടില്ല. ഈ പ്രാവശ്യം മാത്രം ഞങ്ങൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോൾ അച്ഛനൊരു DO വന്നു. അതാണ് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്.
ആദ്യമായിട്ട് ഒരു മണിക്കൂർ അച്ഛൻ്റെ അടുത്ത് ഇരിക്കേണ്ടി വന്നു. പക്ഷെ അച്ഛൻ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ ഒരു പ്രാവശ്യം ചീഫ് ഗസ്റ്റ് ആയിരുന്നു അച്ഛൻ. ക്രിസ്മസിന് അച്ഛൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. So from the bottom of my heart and in the name of the Lord, please of Mathuda, I welcome Achan to this beautiful gathering. പ്രിൻസ് അച്ഛനെ കുറിച്ച് എനിക്കറിയാൻ അച്ഛൻ ആക്ച്വലി ഞങ്ങളുടെ ഒരു മെമ്പർ തന്നെയാണ്. YWC ആയതുകൊണ്ട് മാത്രം അച്ഛന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. 27 കൊല്ലമായി അച്ഛനുമായിട്ടുള്ള അസോസിയേഷൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ആരും, ഞാൻ എപ്പോഴും പറയും, ഒറ്റ ഒരാൾ പോലും പാടുന്നവരല്ല. പക്ഷെ ഇന്ന് നിങ്ങൾ കൊയർ ഞങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛൻ എന്തുമാത്രം പണി ഞങ്ങൾ പണിതിട്ടുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ്റെ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അച്ഛൻ ഇപ്പോൾ പാട്ട് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഇച്ചിരി ഒരു ജലസി ആയിപ്പോയി. അച്ഛൻ ഇപ്പോൾ സ്കിറ്റുകാരോടാണ് കുറച്ചുകൂടെ താല്പര്യം. ഇപ്പം അച്ഛൻ പാട്ട് മാത്രമല്ല സ്കിറ്റൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അവരുടെ കാര്യങ്ങളാണ് കൂടുതൽ. അപ്പം ഞങ്ങൾക്കൊരു ശകലൊരു പ്രയാസം ഇല്ലായ്മയില്ല. അപ്പം അച്ഛനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം തരുന്നത്. അച്ഛൻ കാരണം ഞങ്ങൾ 3 പ്രാവശ്യം യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പല പല വീട്ടിൽ പോയി അച്ഛൻ നല്ലൊരു പാട്ട് അച്ഛൻ തന്നെ എഴുതി ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് 3 പ്രാവശ്യം ഞങ്ങൾ ജീവിതത്തിൽ യൂട്യൂബിൽ വരാൻ യോഗ്യതയുള്ളവരൊന്നും അല്ല. പക്ഷെ അച്ഛൻ അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. And now comes my family, Binoy, and to a lesser extent Anjali and Arjun. They have tolerated my absences at home and in the hospital. പല ദിവസവും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പയ്യെ സ്കൾക്ക് ചെയ്തു. അവിടെ പിന്നെ എൻ്റെ കുറച്ച് നേരം കഴിയുമ്പോൾ കാണുമായിരുന്നു ഞാൻ ഇവിടെ ആയിരിക്കും. അതുപോലെ തന്നെ വീട്ടിലും പല കാര്യങ്ങൾക്കും ഞാൻ അവിടെ ഇല്ലാതെ ഇങ്ങോട്ടുള്ള ഓട്ടമായിരുന്നു എൻ്റെ 2 കൊല്ലം. ഈയിടെ മാത്രം വിനയ പറഞ്ഞു ഇതെന്താണ് ഈ കുന്നൊന്ന് തീരുന്നത്. Anyway, he has been a pillar of support to me. He has been a leader of the Lands Association also. So ഒത്തിരി അഡ്വൈസ് ഞാൻ ബിനോയിന് ചോദിച്ചിട്ടുണ്ട്. ബിനോയ് പറയുന്ന പല കാര്യങ്ങളും ഞാൻ എടുത്ത് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. So Binoy, Anjali and my son, he is not here, he is in Singapore. But the 3 of them have really tolerated my whims and fancies and been with me left, right and center. Thank you so much from the bottom of my heart. Now it's the turn to welcome all the family members. Without the family, ഞങ്ങൾ ഒന്നുമല്ല. ഞാനിപ്പോൾ ബിനോയെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫാമിലി ഉണ്ട്. ഫാമിലി മെമ്പേഴ്സ് ഇച്ചിരി കുറവാണ് വന്നേക്കുന്നത്. I'm sure they join us later. And നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾ ഈ എല്ലാ ബുധനാഴ്ചയും വീട്ടിൽ ഓടി ചാടി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ഞങ്ങളുടെ പകൽ വീട്ടിലൊക്കെ ഫുൾ അറ്റൻഡൻസ്. We have about 70 people coming for all the meetings. Well attended meetings only because the family supports all of us. Thank you family members for coming here today as well. And to all the YWCA members, I don't know how to thank you, how to welcome you actually. I know you really don't need a welcome because we are all part of this association. We are all welcoming everyone and you are also a part of this. But from the name of officiality, I welcome all the members to this annual day of ours. I will be feeling miserably in my duty if I do not have a good word of welcome to Lakshmi. She has served us so thoroughly. Lakshmi ആണ് എല്ലാ ബുധനാഴ്ചയും ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഹോള് തയ്യാറാക്കി ഞങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കി തന്നു, ചായ ഉണ്ടാക്കി തന്നു, കട്ടൻ കാപ്പി വേണ്ടവർക്ക് കട്ടൻ കാപ്പി, അതിൻ്റെ എല്ലാം ലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മിയുടെ എനിക്ക് തോന്നുന്നു 10 കൊല്ലമായിട്ട് ലക്ഷ്മി ഞങ്ങളുടെ കൂടെ ഉണ്ട്. താങ്ക് യു ലക്ഷ്മി. ലക്ഷ്മി ചെയ്ത എല്ലാ സേവനങ്ങൾക്കും ലക്ഷ്മിയെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പേഴ്സായിട്ട് കുറേ പേരുണ്ട്. മിക്കവരും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ്. ജിജോ, രൂപേഷ്, രാജു ആൻഡ് സനീഷ് വന്നിട്ടില്ലേ? സനീഷ് സുഖമില്ലാതിരിക്കും. എന്നാലും എന്നോട് പറഞ്ഞു എനിക്ക് വരണം എന്ന് വരണം. അതുകൊണ്ട് ജനറേറ്ററൊക്കെ സനീഷിനെ ഏൽപ്പിച്ചിരുന്ന ലുക്കാഫ്റ്റർ. അപ്പോൾ ഇവർ 4 പേരും എനിക്ക് തോന്നുന്നത് തവണ എവിടെ കയറാൻ പറഞ്ഞാലും അവിടെ കയറും, ഏത് റിബൺ വലിക്കാൻ പറഞ്ഞാൽ വലിക്കും. ജിജോയും രൂപേഷും രാജു, thank you so much and welcome all of you to this meeting of ours. And with these words, ഇനിയും ചേച്ചി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെൻ്റെ മീൻസാണ്. നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും പർപ്പസ് ഓഫ് ഔപചാരികതയുടെ പേരിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരും പൂച്ചക്കൂടെ വരാനില്ല. അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് വിനയം ഓർപ്പിച്ച്. അപ്പോൾ ഇത് ഞാൻ കൂടിപ്പോയാൽ എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒന്നും അവിടെ തീർന്നിട്ടില്ല. വികാരങ്ങൾ തിരിഞ്ഞ് വരുവാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ ചീമോട്ടെ അറിയാമോ ഞാൻ നിർത്തട്ടെ. അപ്പോൾ ഒന്നും കൂടെ ജോസിനോടും അച്ഛനോടും അഗാധമായ നന്ദി. ഇന്ന് ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. Now it's time to reflect on our journey over the past year. Welcoming Mrs. V. Sebastian, our recording secretary, one of the greatest. President Dr. Kukumatai, our honorable guest, Dr. Jose Peliapuram, and Father Anthony Puthagulam, and my dear friends and family members, good evening.
I am very happy and proud to present before you the annual report of the year 2024-25. A new year started under the leadership of Dr. Kukku Mathai with the institution of a new board of management for the year 2024-25 after the election conducted on 11th September. We also conducted annual general body meeting on the same day. Office bearers of the year 2024-25, President Dr. Kukku Mathai, Vice President Mr. Sapna Rajesh, Treasurer Mrs. Sheila Daniel, Recording Secretary Mrs. Minnie Sebastian, Assistant Treasurer Mrs. Renju Bobby, Nominating Committee Chairperson Mrs. Minimol Raju. 6 board members were also elected. The board nominated Mrs. Villamana Baby as General Secretary. In our first board meeting, different committees were formed and conveners were also selected. The membership renewal for the year 2024-25 was completed with 109 members. It includes 11 youth members and 6 associate members. We usually conduct board meetings on the last Wednesdays of each month. Last year, we conducted 10 board meetings. National news. Southwest Regional Conference was held at Thrissur on 7th and 8th December. President Dr. Kukku Mathai and Recording Secretary Mrs. Minnie Sebastian attended the conference. Youth conference was conducted on 6th December and our energetic youth member Mrs. Meenu Mary Francis participated. Charity. Donated rupees 10,000 each to 2 needy widows. Donated an electric sewing machine in association with Sunny Manathukaran Endowment Fund. Donated rupees 5,000 each for the dialysis of 2 needy young men. Donated rupees 10,000 and an electric wheelchair worth rupees 32,000 to a person who is bedridden for 2 years. Donated rupees 10,000 to the husband of our Pagalveed Shirley for dialysis. Each month we give rupees 1,000 to Palliative Care Center of Government Health Hospital, Moindra. Projects and activities. Our continuing projects. Pagalveed. We entertain 10 aged mothers at YWCA Hall on first Wednesday of each month and give a small financial assistance and send them back home after serving delicious lunch. Counseling Center Pradesha. We give free personal counseling to women and children at our counseling center. We handle domestic violence cases also. Mrs. Gigi Johnson, our own member, is the counselor. Some themes for National Convention are strengthening communities, youth empowerment and nurturing nature. Our projects under each sub-theme. Number 1, strengthening communities. Confirming our solidarity towards the brutal rape and murder of a young lady doctor in R.G. Kar Medical College, Calcutta, we held a candlelit prayer and meeting on 21st September at our YWCA. We offered praise and sought justice and mercy for the young doctor. Cancer awareness class for Asha workers and members on 6th November. Dr. Sarah Isho, consultant oncologist, Kencherian Institute of Medical Science, conducted an awareness class on cancers affecting women and the ways we can prevent. 15 Asha workers of Moindra municipality attended the function. A journey through 2024. A talk by Sri M.V. Mathai bidding farewell to the year 2024 on 4th December. Women's Day. Talk by Dr. Mary Matilda, former principal Maharajas College, Ernakulam, on women empowerment on 5th March. We honor Haryadharma Sena members of Moindra municipality by giving them flowers and umbrellas. Support to Asha workers. President Dr. Kukku Mathai held a dialogue session with Srimati M.A. Bindu, General Secretary, Kerala Asha Health Workers Association on 28th May at K.M. George Memorial Town Hall, Moindra. The program was inaugurated
inaugurated by Dr. Matthew Kudannadan, MLA, we gave rupees 5,000 to support the association. Building youth. Class on self-defense. We celebrated International Girl Child Day at St. Augustine's Girls High Secondary School, Moyamunda, on 9th October 2024. Class on carbon neutrality. We took an awareness class on carbon neutrality at Nirmala College for the students of PG and Research Department of Zoology on 12th February. The class was taken by Mr. Madhukrishnan K, CEO, Herbal Heritage Coms, Palakkad. Religious meetings. We conduct religious meetings on every third week of each month. It includes Bible class by Mrs. Didi Johnson and Bible quiz competition led by Mrs. Chinnamma Jacob. The International Prayer Week was celebrated on 13th November in collaboration with YMCA. Father Abraham Carmel was the spiritual leader. On Lent month, we conducted a one-day retreat on 12th March. Father C.B. Matthew Varghese, Assistant Vicar, St. Thomas Aramana Cathedral, Moyamunda, gave contemplative speech. Celebrations. Independence Day was celebrated on 7th August. We performed a sketch to enlighten the spirit of patriotism. Onam. We celebrated Onam with various programs on September 4th. Professor Dr. Shashikela Joy was the chief guest. We conducted Mega Tiruvadira, Kaigotikali, Onakaligal, and served Grand Honor Sadhya. We also blessed with the presence of Maveli. Gandhi Jayanti was celebrated on 2nd October with various programs. We conducted quiz competition and one main talk for members. Christmas. We celebrated Christmas on 18th December. Professor Abraham Matthew, conductor of the famous Kottayam Mixed Boys Choir, gave Christmas message. Dances, skits, and various programs were performed, and delicious dinner was also served. New Year was celebrated on 1st January 2025. We were blessed with the spiritual presence of Father George Mandota, and he gave a New Year message. Professor John Zakaria was also talked on the topic faith. Fabulous February, the most colorful program conducted on February 5th. We conducted a fashion show competition on rainbow color theme for members. Why Diva? An awareness class on cyber security was taken by Mr. Vipul Mohan, CTO, Moyamunda, on 10th July 2024 at Government Model HSS, Moyamunda. One-day trip. We conducted a one-day trip to Vagaman on October 23rd. 49 members participated and all enjoyed very much. Fundraising program, Christmas sale. A sale was organized in YWCA Hall on 27th November and it was a grand success. We are planning to do charity with the fund. Friends, on behalf of President and the Board of Management, I take this opportunity to thank all members of Moyamunda YWCA for the all-rounded support and cooperation. I thank Almighty for strengthening us to do our duty efficiently. Thank you all. YWCA President Dr. Mukumatai, today's Honorable Chief Guest, Padma Bhushan, Dr. Jose Vidyapuram, Jubilarian Reverend Father Anthony Puttamala, YWCA Secretaries Mrs. Nini Sebastian and Philomena Baby, all our family members who have taken pain to come over here to make YWCA Day colorful and memorable with their presence, and my dear friends. Father Anthony Puttamala, അതായത് ഞങ്ങളുടെ സ്വന്തം പുത്തകുളച്ചൻ പൗരോഹിത്യത്തിൽ മഹത്തായ സംഭവബഹുലമായ വിജയകരമായ അഭിനന്ദനാർഹമായ 25 വർഷങ്ങൾ പിന്നിട്ട് ജൂബിലിയറിന് സാദരം നമുക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാം.
ഈ കാലഘട്ടത്തിൽ ഇത്രയും ജനസമ്മതനായി മൂവാറ്റുപുഴയിലെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായി പ്രശോഭിക്കുക എന്നത് ജാതി മത ഭേദമന്യേ ആഭാരവൃന്ദ ജനങ്ങളും ബഹുമാനിക്കുന്ന ഫാദർ ആന്റണി പുത്തമ്പളം പുരാതനമായ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ സാരഥിയായി 7 വർഷം സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് പ്രഗത്ഭമായ ഭരണാധികാരി. ഏറ്റെടുക്കുന്ന ഏത് ചുമതലയും അതിൻ്റെ പരിപൂർണതയിൽ ഉത്തരവാദിത്വത്തോടെ യഥാസമയം പൂർത്തിയാക്കുന്ന മികവാർന്ന വ്യക്തിത്വം. വിനീത ഹൃദയനും സ്നേഹമയമായ അച്ഛൻ യുവതലമുറയ്ക്ക് മാതൃകയും ആവേശവുമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അശ്രാന്ത പരിശ്രമവും തളരാത്ത ആവേശവും നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വിജയകരമായി കിരീടമണിയുന്നു. നിർമ്മല സ്കൂളുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല, മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ പോലെ ഇതിൻ്റെ അതിർത്തിക്കപ്പുറവും അച്ഛൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ചവരാണ്. ഏത് വിപരീത സാഹചര്യത്തിലും സർവസമ്മതനായി വിരാജിക്കുന്നത് അത്ര എളുപ്പമല്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതത്ര പ്രയാസമേറിയതല്ല എന്ന് അനുഭവങ്ങൾ തെളിയിക്കുന്നു. പ്രഗത്ഭനായ വാഗ്മി, നല്ലൊരു ഗായകൻ, മികവാർന്ന സംഘാടകൻ, കഴിവുറ്റ ഭരണാധികാരി, ഇതൊക്കെയാണെങ്കിലും സിംപ്ലിസിറ്റിയാണ് അച്ഛൻ്റെ മുഖമുദ്ര. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കോൺഫിഡൻസ് അൺപാരലൽ തന്നെ. പ്രസംഗത്തിനും പാട്ടിനുമൊക്കെ ഇണങ്ങിയ ആകർഷകമായ നല്ല ഗാംഭീര്യമുള്ള ശബ്ദം. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹീതനായ കലാകാരനായ വൈദ്യൻ. മൂവാറ്റുപുഴയും കോതമംഗലം രൂപതയുടെയും പുണ്യം. He is a gem to our diocese. കോതമംഗലം രൂപതയുടെ ആഭരണവും ആഘോഷവുമാണ് ഫാദർ ആന്റണി പുത്തമ്പളം. ചെറുപ്പത്തിലെ തന്നെ വൈദിക വൃത്തിയിലേക്കുള്ള ചായ്വ് അച്ഛനുണ്ടായിരുന്നു. കുർബാനത്തിന് പകരം ഒരു പുതപ്പ് പുതച്ച് വീട്ടിൽ കുർബാന അർപ്പിക്കലായിരുന്നു അച്ഛൻ്റെ ചെറുപ്പത്തിലെ പ്രധാന ഹോബി എന്ന് കേട്ടിട്ടുണ്ട്. അന്നേ ഈശോ അച്ഛനെ നോട്ടമിട്ടിരുന്നു. പാവങ്ങളോടുള്ള കാരുണ്യം, സ്റ്റുഡൻസിനെയും കൂട്ടി അനാഥ മന്ദിരങ്ങൾ സന്ദർശിച്ച് അവരുടെയും നിരാലംബരെയും ചേർത്ത് പിടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന സഹൃദയം. ഇപ്പോൾ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പണിയിറങ്ങിയെങ്കിലും അതിലും ഭാരിച്ച ഉത്തരവാദിത്വങ്ങളാണ് ബിഷപ്പ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. രൂപതയിലെ 8 സംഘടനകളുടെ സാരഥിയായിട്ടാണ് പുതിയ നിയമനം. ഇവയെല്ലാം വിജയകരമായി കൊണ്ടുനടക്കാൻ പ്രാപ്തനായ ഒരു വൈദികനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ ബിഷപ്പിന് ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടാവില്ല. ബിഷപ്പ് പുത്തമ്പുഴ അച്ഛൻ തന്നെ അതിന് ഏറ്റവും യോഗ്യനായ വൈദികൻ. തീർന്നില്ല, പ്രഗത്ഭനായ ബാഡ്മിൻ്റൺ പ്ലെയർ. എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ഉപവാസവും ചിട്ടയാർന്ന ജീവിത രീതിയുമായിരിക്കാം അച്ഛൻ്റെ ആരോഗ്യ രഹസ്യം. പറയാനാണെങ്കിൽ ഇനിയും ഏറെയുണ്ട്. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. Let's all give a huge round of applause to Father. Wow, a quarter century of dedicated service to God and the church. Thank you, sir. Thank you, Father. YWCA മൂവാറ്റുപുഴയുടെ ആനുവൽ ഡേ സെലിബ്രേഷന്റെ മുഖ്യ അതിഥിയായി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്രം സർ, YWCA മൂവാറ്റുപുഴയുടെ ഉത്തുംഗ ശൃംഖത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ കൊക്കു, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഓഫീസേഴ്സ് ആൻഡ് YWCA മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, പ്രിയപ്പെട്ട പ്രിൻസച്ച, എല്ലാവർക്കും ഈ ആനുവൽ ഡേയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നെസ്റ്റില് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്, ബഹളങ്ങളില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ 7 ഡിപ്പാർട്ട്മെന്റുകൾ ഏൽപ്പിച്ചപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഓരോ പ്രോഗ്രാമുകളുണ്ട്. എങ്കിലും സമയമെടുത്ത് ഏതാനും ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ജസ്റ്റിസ് KT തോമസിന്റെ
ഒരു ആത്മകഥ വായിക്കാനിടയായി. ആ ആത്മകഥയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് സോളമന്റെ തേനീച്ചകൾ. ഞാൻ വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് ആ ആത്മകഥയിലൂടെ കടന്നുപോയത്. സോളമന്റെ തേനീച്ച. സോളമന് തേനീച്ച ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ തേനീച്ച സോളമന്റെ പുറകെ പോയോ? ഇല്ല. പക്ഷേ ജസ്റ്റിസ് കെ.ടി. തോമസ് പറയുന്ന മനോഹരമായ ഒരു അനുഭവമുണ്ട്. സോളമന്റെ വിജ്ഞാനത്തെ ലോകമെങ്ങും പുകഴ്ത്തുന്നു. ഈ വിജ്ഞാനം അന്വേഷിച്ച് അനവധി പേര് സോളമന്റെ അടുത്തെത്തുകയാണ്. സോളമന്റെ ഈ വിജ്ഞാനത്തെ ഒന്ന് നോക്കാൻ രാജ്ഞി എത്തുന്നു. ശിവരാജ്ഞിയാണ്. ആ രാജ്ഞി എത്തിക്കഴിഞ്ഞ് സോളമനെ പരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. രണ്ട് പൂക്കൾ, നിങ്ങൾ കേട്ടിട്ടുള്ള 2 പൂക്കളുമായിട്ടാണ് സോളമന്റെ സമീപത്തേക്ക് എത്തുക. സോളമനോട് പറയുന്നത് ഇതിൽ ഏത് പൂവാണ് ഒറിജിനൽ പൂവ് എന്ന്. അപ്പോ സോളമൻ ഇത് തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു എന്തു പറയുന്നു തേനീച്ച ഈ ഒരു പൂവിന്റെ ചുറ്റും കടന്നു വരുന്നത്. ഉടൻ തന്നെ സോളമൻ ആൻസർ ചെയ്തു, ആ പൂവാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് കെ.ടി. തോമസ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിന്റെ ന്യായ പ്രമാണങ്ങളിൽ ഞാൻ വിധിയെഴുത്ത് നടത്തുമ്പോൾ ഇതുപോലുള്ള തേനീച്ചകൾ എന്നെ തേടി എത്താറുണ്ട്. അതെനിക്കൊരു പുതിയ ഉൾക്കാഴ്ചയായി. ഡോക്ടർ കുക്കു ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള പല തേനീച്ചകൾ ഈ YWCA പുഷ്പത്തെ ആഞ്ഞാഞ്ഞ് ഒഴുകുന്നുണ്ട്. അത് ആണ് ഇവിടെ ഇരിക്കുന്ന നിറസാന്നിധ്യങ്ങളായിട്ടുള്ള YWCA members. A big applause to you. ജീവിതത്തിന്റെ വഴിത്താരകളിൽ കൃത്യമായും വ്യക്തമായും ചില ചിന്തകൾ നൽകുന്നത് ഇതുപോലുള്ള ഏഞ്ചൽസ് ഉണ്ടാകാം, ഇതുപോലുള്ള തേനീച്ചകൾ ഉണ്ടാകാം. അതെങ്ങനെ കിട്ടുക? അതിന് ഉത്തരം നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു, അത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ശക്തിയാണെന്ന്. അതിനെ ഞാൻ പ്രത്യേകം ശ്ലാഘിക്കുകയാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുമ്പോൾ നമുക്ക് മുകളിൽ ഒരു ശക്തി, ആ ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ്. ഞാൻ ഇന്ന് ഈ ഒരു ആനുവൽ ഡേ സെലക്ട് ചെയ്ത ദിവസത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അത് പെന്തക്കോസ്ത് ദിനം തന്നെയാണ്. പ്രിയപ്പെട്ട YWCA members, ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ദിവസമാണ്. ആത്മാവ് പറഞ്ഞിറങ്ങിയ ദിവസമാണ്. അതിലൂടെ ഈ സമൂഹം മൂവാറ്റുപുഴ മാത്രമല്ല, നിങ്ങളുടെ ഈ പ്രവൃത്തിയെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലോകത്തിലുള്ള പല ആളുകളും YWCA മൂവാറ്റുപുഴ റോൾ മോഡലാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ അത് അനുഭവിച്ചറിഞ്ഞതാണ്. അവിടെ ഒരുപാട് ഏഞ്ചൽസും തേനീച്ചകളും ഒക്കെയായി നിങ്ങളെ പറഞ്ഞു നൽകുകയാണ്. There is no artificiality in it. There is a natural beauty. ആ നാച്ചുറൽ ബ്യൂട്ടിക്ക് എപ്പോഴും ഉണ്ടാകാം കൂടെ നിൽക്കാനായി ഒരുപാട് തേനീച്ചകൾ. ഇനിയും ആ തേനീച്ചകൾ നിങ്ങൾക്ക് ചുറ്റും പാറി നടക്കട്ടെ. അങ്ങനെ അനവധി പേർക്ക് തെളിച്ചമാകാൻ, വെളിച്ചമാകാൻ, അനവധി പേരിലേക്ക് ആഴ്ന്നിറങ്ങാൻ YWCAക്ക് സാധിക്കട്ടെ. എന്നെ ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിലൂടെ ഞാൻ നന്ദി പറയുകയാണ്. പൗരോഹിത്യ ജീവിതത്തിൽ 25 വർഷങ്ങൾ എനിക്കൊരു ബോറടിയായി തോന്നിയില്ല. I am proud of as a priest because ഞാൻ ഒരു priest ആയതുകൊണ്ടാണ് എനിക്ക് ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക, നാനായാലും മത്സരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക. ഈ മൂവാറ്റുപുഴയിൽ എനിക്ക് ഈ ലോഹ ഇട്ടതുകൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഈ ലോഹ ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ സർവ്വമതസ്ഥരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക. അവിടെയൊക്കെ എന്റെ ദൈവം എന്റെ കൂടപ്പിറപ്പായിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ അഭിമാനവും. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ എനിക്ക് പുറകോട്ട് തിരികെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്റെ ദൈവം എന്നോടൊപ്പമുണ്ട്. അത് വലിയ കാവലായി, തണലായി എന്നോടൊപ്പമുണ്ട്. സോ I thank you. May God bless you. അതുകൊണ്ട് ഒരുപാട് നന്ദി, സന്തോഷം ഒരിക്കൽ കൂടി. Thank you. President Dr. Kuku Matai, Chief Guest of this evening function, Padma-Bhushan Dr. Joseph Chappo Periyapuram, Reverend Father Anthony Puthengalam, Secretaries Mrs. Philomena Devi and Minnie Sebastian,
invited guests, ladies and gentlemen, and my dear friends and fellow Christians. It is a matter of great pride and privilege to introduce the chief guest for our annual day. We are indeed lucky and blessed to have the precious presence of Dr. Jose Chapo Periyapuram, the head of the Division of Cardiac Surgery, our Institute, Cochin. Padma-Shri awardee in 2011 and now this year in 2025 Padma-Bhushan awardee. Humility, compassion and empathy are the trademarks of this gentle heart surgeon born in the year of 1958 on April 28th. He is the first rank holder in BSc Botany from St. Thomas College, Bali, and in the year 1978 he joined Government Medical College, Kottayam for MBBS. As you all are aware, he was the classmate of our President Dr. Kuku for MBBS. His post-graduation is from Glasgow and Edinburgh where he gained his FRCS degree. He joined Medical Trust Hospital in 1996 and in 2008 he joined Lizzie Hospital. He has a lot of feathers in his cap in the field of cardiac surgery. He has completed over 15,000 open heart surgeries. The first coronary bypass surgery in Canada was done by him. The first beating heart bypass surgery, the first ever bypass surgery, and first heart transplant surgery in Canada was done by him. To date, he has completed 28 heart transplants, 1 heart retransplant and 1 heart lung transplant. Married to sweet and simple Jamie, a daughter of the soil of Muattura, who belongs to the Kulvitharam family. The couple are blessed with 3 sons, Jay, Joseph and John. നല്ല മനുഷ്യനാവുക പിന്നെ ഡോക്ടർ ആവുക. This seems to be his motto. പ്രതിസന്ധികളെ നേരിടാനുള്ള അപാര കഴിവ് is his hallmark. He is the author of the book ഹൃദയം തൊട്ട്. He is a complete surgeon and a perfect gentleman. With these words, I present you Dr. Jose Chapo Periyapuram. Good evening to all of you. Thank you, Mrs. Sosama Poulos, for the wonderful introduction. The President of YWCA and my good friend and classmate Dr. Kuku Mathai, respected Father Anthony Puthanguram, other office bearers of the YWCA, dear members of YWCA, their spouses, members, Father Prince, and all gathered here. And I have 3 feminine reasons to be here tonight, as has been mentioned earlier. And the most important reason is that I am a classmate of Dr. Kuku. We joined MBBS together in 1978 at Kottayam and spent more than 5 years together as students. And as most of the members of YWCA, things of her bubbly nature, her capability, and the ability to lead the organization, we all were all fans of Kuku, and she was actually the heartthrob of most of the boys in the class. Until Binoy came and snatched her away. Even now, I think a lot of people loves her, a lot of people likes her, and most of our alumni meetings are being organized by her, or at least the fun and frolic which you are going to have today is led by her the last many years. We meet every year, either in India or abroad, and I don't remember any meetings when you are absent. Was there any meeting? Maybe one? Yeah. So she was always there with us, and when she invited me to be with you today evening,
I had no reason to say no, and it is actually my privilege to be with your team when you lead as a president of the YWCA, and thank you, and it's my privilege to be with you all today. And the second feminine reason is that it's a YWCA, the women's organization, so obviously every man would like to be in the company of beautiful women. And to be honest with you, this is the first time I was feeling Shashi Tharoor on the dais, being escorted by his father. Sorry. I'm sure he also would have felt the same way. And the third reason, of course, is my wife is from Majura, Jamie, who really wanted to come here, and I think who has invited her. But her mother was admitted recently to the hospital, and because we came late home, she wanted to spend more time with her, so she's not here. Wherever and whenever I am introduced as the doctor who has performed the first heart transplantation in Kerala, I remember one small incident which happened in 2004. The first heart transplant was done in 2003, 13th of May at Medical Trust Hospital on a gentleman called Abraham. And the heart was donated by a young man called Sumari. So it all came in the newspaper, and we were invited for a reception ceremony in a club hall at Ernakulam. And the hall exactly looked like this. It's a Ramorma hall. I think you would have been there. Ramorma Club Hall. The chief guest was Justice Sri Joseph Sir. He was at that time one of the justices of the High Court. And we were all sitting here, and like all this next week, there was a lot of mementos kept on the side of the podium. And I was trying to locate which memento I am going to get. So we were so proud. Our team was there all on the stage. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ജസ്റ്റിസ് ശ്രീ ജോസഫ് സാറിനെ പ്രസംഗിക്കാൻ വന്നിരിക്കുകയാണ് പോലീസിൽ. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറയുകയാണ്, കേരളത്തിൽ ആദ്യം ഹൃദയം മാറ്റി വെച്ചത് ഡോക്ടർ ജോസ് ചാക്കോ പുള്ളിപ്പുറമല്ല. ആകെ പ്രശ്നമായി. ഞാനവിടെ ഇങ്ങനെ വേർക്കാൻ തുടങ്ങി. ഇതുപോലെ നല്ല AC ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇവിടുന്ന് പുറത്തേക്ക് ബാക്കിലോട്ട് രക്ഷപ്പെടാനായിട്ട് ഗ്യാപ്പൊന്നുമില്ല. ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ റെക്കോർഡ് പോകണമെന്നാൽ തന്നെ അടിച്ച് സൂപ്പാക്കി. കാരണം ഞങ്ങൾ അവിടെ ക്യാമറയിൽ കയറിയിരിക്കുകയാണ്, ഹൃദയം മാറ്റി വെച്ചതിൽ അവാർഡൊക്കെ മേടിക്കുകയാണ്. ഒരു നിമിഷം ഞാനിങ്ങനെ വേർക്കാൻ നോക്കിയപ്പോൾ സാറിൻ്റെ പ്രസംഗം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യായിരുന്നു. അദ്ദേഹം ആനുവൽ സെലിബ്രേഷൻസ്, ഇതുപോലുള്ള ഒരു ആനുവൽ സെലിബ്രേഷൻസിന് ചങ്ങനാശ്ശേരിയിലെ അസംഷൻ കോളേജിൽ ഗസ്റ്റായിട്ട് പോവുകയാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ലേഡീസ് അസംഷൻ കോളേജ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കാം. സോ അദ്ദേഹം പോയത് 1980കളിലാണ്. കാരണം ആ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ കലാലയ അന്തരീക്ഷം വളരെ കലുഷിതമായിരുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയവും ബസ് തടയലും സമരങ്ങളും കല്ലേറും തല്ലിപ്പൊട്ടിക്കലും എല്ലാം ഉണ്ടായിരുന്ന ഒരു 10-15 വർഷക്കാലമാണ്. 1995 ഒക്കെ ആയപ്പോഴാണ് പതുക്കെ അതൊക്കെ ഒന്ന് കെട്ടടങ്ങി കലാലയ രാഷ്ട്രീയ മാറ്റങ്ങളോടെ ശാന്തമായി. അപ്പം അദ്ദേഹം അങ്ങനെ അവിടെ ചെന്നു. ആനുവൽ സെലിബ്രേഷൻ ചെയ്തപ്പോഴത്തേക്കും അവിടുത്തെ സിസ്റ്റർ പ്രിൻസിപ്പല് എല്ലാവരെയും ക്ഷണിക്കുന്ന പോലെ വന്നിട്ട്, സാറേ നമുക്കൊരു കപ്പ് ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സിസ്റ്ററിൻ്റെ മുറിയിൽ നിന്ന് ചായ കുടിക്കുക. അപ്പോൾ സിസ്റ്റർ അവിടുത്തെ ലേഡീസ് ഹോസ്റ്റലിലെ വാർഡനുമായിരുന്നു, കം പ്രിൻസിപ്പൽ. അപ്പോഴത്തേക്കും സാറ് ചോദിച്ചു, മാഡം സിസ്റ്ററെ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഡിസിപ്ലിനൊക്കെ? നല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. സാറേ ഒരു കുഴപ്പമില്ല, എൻ്റെ പെൺപിള്ളേരെല്ലാം ഭയങ്കര ഡിസിപ്ലിനാണ്. പക്ഷെ ആകെ ഒരു പ്രോബ്ലം ഉണ്ട്. അവിടെ അങ്ങേപ്പുറത്തൊരു ബോയ്സ് കോളേജ്, മെൻസ് കോളേജ്, SB കോളേജ്, ഓമാരെ കൊണ്ട് ഞാൻ സ്റ്റഡി എല്ലാ ദിവസവും സമരം ഇല്ലാത്ത ദിവസം വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ഹോസ്റ്റലിൽ വിട്ടിട്ട് ഇറങ്ങിയാണ്. എന്നിട്ട് അവിടെ അന്ന് മൊബൈലൊന്നും ഉണ്ടായിരുന്ന കാലഘട്ടമല്ല, അത് വാട്സാപ്പില്ല, അന്ന് ഫേസ്ബുക്കില്ല. നമുക്ക് ആൾക്കാരോട് കമ്മ്യൂണിക്കേഷൻ വളരെ പൂറായിരുന്നു. അവർക്കറിയാം ഏത് റൂമിലാണ് ഈ ലെറ്റർ ചെല്ലേണ്ടതെന്നറിയാം. എന്നിട്ട് അവർ മടക്കും.
കറക്റ്റ് റൂട്ട് നമ്പർ 120 റൂമായിരുന്നു. അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. സാറേ ഇന്നലെ ഒരു റോക്കറ്റ് അറിയാതെ എൻ്റെ റൂമിൽ അതൊന്ന് സാറൊന്ന് വായിച്ചു നോക്കും. അപ്പോൾ സാറിന് ലെറ്റർ കൊടുത്തിട്ട് സാറ് വായിക്കുകയാണ്. ഒരു ക്ലാസിക്കൽ ട്രാവലായിരുന്നു. എല്ലാം എഴുതി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അവസാനം എഴുതിയിരിക്കുന്നു, നിന്നെ കണ്ട മാത്രയിൽ തന്നെ എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് നൽകി. അങ്ങനെ ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും ഹൃദയം മാറ്റിവെച്ച കേരള സംസ്ഥാനത്തിന് ഡോക്ടർ ജോസ് ചാക്കോയാണ് ഹൃദയം ആദ്യം മാറ്റിവെക്കുന്നത്. ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ജസ്റ്റിസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഹൃദയം എല്ലാം തിരിച്ചു കിട്ടിയത്. അതോടെ ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ വെച്ച് എന്നെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ ഈ സാറിനോട് ഞാൻ പറഞ്ഞ പല പ്രാവശ്യം, ഇത് പറയാത്ത രീതികൾ വളരെ കുറവ്, 10-15 പ്രാവശ്യം ഞാൻ പറഞ്ഞ ആലോചിക്കും. Anyway, I'm so honored and happy that I could spend time with you, as I said earlier. We know the strength of women, and compared to men, Father knows they are the people with so much of power, resilience, command, and the maximum penetration to the society in every walks of life. So they are the leaders of the family, they are leaders of the society. When they move, when they lead a movement, people join with them more than men. So any activities which is being spearheaded by women are going to be successful provided the leader is strong enough to do that. So as men, we really admire your power, your resilience. And I always feel that the women are like planets. I don't know how the YWCA address the team leaders. I think you can put the name as in the name of few planets like Sun, Moon, Mars, Jupiter, Saturn. Because every planet, as we know, represents certain part of our life. Some planets represent power, might. Some of them represent passion, some of them emotion, some of them love, some of them care, some of them command. So all the people sitting here, all the members of the YWCA sitting here are planets of their own, having different capabilities to lead the organization which they are in. I was not sure what I should be talking to the elite group of people of YWCA. I have never gone to YWCA meeting in the past. But looking at the attendance, looking at the passion in the face of every member, I would think this would be the best YWCA in the state. I have gone to YMCA meetings where people come, at their own pace and passion and everything. But here, when I came, almost 90% of the members were here. Well decorated hall, everybody's face filled with the passion and energy and the drive to lead the organization. And looking at the report the secretary presented, really what I thought it was 2 years, but she says it's 1 year program. Amazing. It's a wonderful thing, and you meet here every week and you take care of the needs of the society. So it's a great thing which you are doing. And actually on this Pentecost Day, the Holy Spirit has come onto everybody today to make you to go strong without any fear in your mind. And as the Bible says, after the Holy Spirit came, they became very bold. They went all around. They spoke to people, and all the people who heard the speech, they perceived it in their own language. So that is the message you are taking home as members of YWCA. Go home bold, go home strong, go to the people, do your good work, and everybody will perceive you and receive you
with full happiness and open heart. So whatever activities which you do in your future will definitely be acknowledged and received by the society, and I hope more and more activities will come in your way. One thing which I wanted to extend my speech with is a great gratitude to the people or the family members who has donated the organs of their dear and dear ones, bringing new hope of life to the people otherwise who would have died. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും 28 ഹൃദയങ്ങൾ മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം എനിക്ക് ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ കിട്ടാനുള്ള കാരണവും. പക്ഷേ ഈ അംഗീകാരങ്ങൾ കിട്ടുന്നത് ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ടീം അംഗങ്ങളുണ്ട്, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമൂഹത്തിൽ ഒത്തിരി വ്യക്തികളുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് കിട്ടുന്ന അവാർഡുകൾ ഞാൻ അവയവങ്ങൾ മാറ്റിവെച്ച അല്ലെങ്കിൽ മാറ്റിവെക്കുമ്പോൾ അവയവം ദാനം ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്ക് കൂടെ അല്ലെങ്കിൽ ഒരു നല്ല പരിധിവരെ കുടുംബാംഗങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അവയവദാനത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം 2 തരത്തിലുള്ള ഓർഗൻ ഡൊണേഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യാം. We can give a kidney to another person while we are alive, and നമുക്ക് നോർമലായിട്ട് ജീവിതം കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നമുക്കൊരു ഹൃദയം ദാനം ചെയ്യാനാവില്ല. ഒരു പക്ഷേ ലിവർ പാർഷ്യൽ സ്പ്ലിറ്റ് ലിവർ പാർഷ്യൽ ലിവർ ട്രാൻസ്പ്ലാന്റ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. പക്ഷെ നമുക്കൊരു ഹൃദയം ദാനം ചെയ്യാനാവില്ല, കാരണം നമുക്ക് ഒരെണ്ണമേ ഉള്ളൂ. ദാനം ചെയ്യാൻ പാടില്ല എന്നും പറ്റത്തില്ല എന്ന് മാത്രമല്ല, ഹൃദയത്തിന് സ്പന്ദനം വരും. 2-3 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മരണപ്പെടുകയാണ്. അപ്പോൾ ഹൃദയം ദാനം ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചവരാണ്. കെഡാവറിക് ഓർഗൻ ഡൊണേഴ്സ് എന്ന് പറയുന്നത്, അതായത് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സംഭവിച്ചവരാണ്. അങ്ങനെ സംഭവിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലെ യുവാക്കളോ യുവതികളായിരിക്കാം. കാരണം അവരെ പേരുള്ളവരാണ് സാധാരണഗതിയിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് പോകുന്നത്, അല്ലെങ്കിൽ ബൈക്ക് റൈഡേഴ്സ്, അല്ലെങ്കിൽ ഒരു സ്പോർട്ടിന് പോകുന്നവർ, ഡേഞ്ചറസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ചലഞ്ചിങ് ആൻഡ് ത്രില്ലിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർക്ക് സംഭവിക്കുന്ന ഒരു അപകടത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഹോസ്പിറ്റലിൽ വരുന്നതും അവസാനം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അവയവം ദാനം ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. 2014 ഞങ്ങൾക്ക് ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഹൃദയപരാജയവുമായിട്ട് കാത്തു വെയിറ്റ് ചെയ്തിരുന്ന കാലഘട്ടമുണ്ട്. 17 വയസ്സായപ്പോഴത്തേക്കും ശ്രുതിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അത് വരാനൊരു കാരണമുണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഡിസീസ് കോൾഡ് ടക്കയാസു ഡിസീസ്. ടക്കയാസു ഡിസീസ് ഹൃദയത്തിലെ രക്തധമനികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു രക്തധമനി അടഞ്ഞുപോയി. ഹൃദയാഘാതവുമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പക്ഷെ അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ടും ആ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പതുക്കെ വളരെ മോശമായിക്കൊണ്ടിരുന്ന ഹാർട്ടിൻ്റെ പമ്പിങ് വെറും 13% കുറഞ്ഞു. നോർമലി 70%. അവസാനം ഞങ്ങൾ ഡോക്ടർമാർ ആ കുട്ടിക്ക് സജസ്റ്റ് ചെയ്ത ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു. ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കുമ്പോഴത്തേക്കും ഏത് അവയവം പോലെ തന്നെ നമുക്കറിയാം, ഹൃദയം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ രക്തത്തിൻ്റെ ഗ്രൂപ്പും ഹൃദയം സ്വീകരിക്കുന്ന വ്യക്തിയുടെ രക്തത്തിൻ്റെ ഗ്രൂപ്പും ഏതാണ് ഒന്നായിരിക്കും. അതുകൂടാതെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വീകരിക്കുന്ന സ്വീകർത്താവും ദാതാവിൻ്റെയും ബോഡി വെയിറ്റ് ഏകദേശം മാച്ചിങ് ആയിരുന്നു. ഒരു 5 to 10% കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ റീസണബിൾ മാച്ചിങ് ആയിരുന്നു. അത് കിഡ്നിക്കോ ലിവറിനോ അത് ബാധകമല്ല. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു വലിയ പ്രശ്നം, ഈ ഹൃദയം ദാതാവിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സ്വീകർത്താവ് ഒരു 4 മണിക്കൂറിനകം സ്പന്ദിച്ചിരിക്കണം. കിഡ്നിയും ലിവറുമെല്ലാം നമുക്ക് 10 to 12 years നമുക്ക് ഐസിൽ പ്രിസർവ് ചെയ്യാം. ഹൃദയം ഒരു 4 hours നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹൃദയം തിരുവനന്തപുരത്ത് നേരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. കാരണം ഹൃദയം ഒരു ദാതാവിൽ നിന്ന് വിഘടിപ്പിച്ചെടുക്കണമെങ്കിൽ തന്നെ ഏകദേശം 1 അരമണിക്കൂറോളം നമുക്ക്
സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഹൃദയം തുന്നിച്ചേർക്കാനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം. പിന്നെ മിച്ചമുള്ള 2.5 മണിക്കൂർ കൊണ്ട് വേണം നമുക്ക് ഈ അവയവം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും എയർ ലിഫ്റ്റിങ്ങും പെട്ടെന്ന് നമുക്ക് ഹൃദയം നിർദ്ദിഷ്ട സ്ഥലത്തെത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അങ്ങനെയുള്ള വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ. അങ്ങനെ ശ്രുതി എ പോസിറ്റീവ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ശ്രുതിക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയത്തിനായിട്ട് കാത്തിരിക്കുമ്പോഴാണ് എറണാകുളത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 18 വയസ്സുള്ള ഒരു അവയവം ദാനം ചെയ്യാൻ തയ്യാറായ ശ്രുതിയുടെ അതേ രക്തഗ്രൂപ്പുള്ള ഒരു ദാതാവ് ഉണ്ട് എന്ന ഗവൺമെൻറ്റിൻ്റെ KNOS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടുകയാണ്. അപ്പോൾ ശ്രുതി തയ്യാറായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ ഹൃദയം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ആശുപത്രിയിലേക്ക് പോയ ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ, എല്ലാ ഹോസ്പിറ്റലിലും അവരുടെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സും ജേക്കബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ജോസഫ്, ഈ ഡൊണേറ്റ് ചെയ്യുന്ന ബോയിലും അമ്മയ്ക്ക് ഡോക്ടർ ജോസ് കാക്കോടൊന്ന് സംസാരിക്കണം, ഈ ഹൃദയം എടുക്കുന്നതിന് മുൻപായിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരു വലിയൊരു കറികറിയിലേക്ക് കിടക്കുകയാണ്. മാത്രമല്ല ഒരു വളരെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയുടെ ഒരു പണിപ്പുറയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കറിയാം സംസാരിക്കാൻ പോകുന്ന ഈ മാതാവ് എന്തുമാത്രം ദുഃഖിതയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായും അല്ലാതെയും എല്ലാം അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ഞങ്ങൾക്ക് സിസ്റ്റം അനുവദിക്കുന്നതല്ല. അപ്പോൾ ഞാൻ ജയിക്കോട് പറഞ്ഞ് ജയിക്കട്ടെ അമ്മയോട് പറ, ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അമ്മ ഞാൻ വീട്ടിൽ പോയി കൊണ്ടോളാം, സ്പെൻഡ് ടൈം വിത്ത് ഫാമിലിയായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ICUലേക്ക് പോയി. ഈ ഹൃദയം ദാനം ചെയ്യുന്ന അനുജിത്ത് എന്ന് പറയുന്ന ഒരു 18 വയസ്സുകാരനാണ്. അവിടെ വെന്റിലേറ്ററിലാണ്. എല്ലാം പരിശോധിച്ചു. സെയിം ബ്ലഡ് ഗ്രൂപ്പാണ്, ഓൾമോസ്റ്റ് സെയിം ബോഡി വെയിറ്റ് ആണ്. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അങ്ങനത്തെ എല്ലാ തയ്യാറെടുപ്പും എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ ജയിക്ക് പോകുന്ന വീട്ടുകാരോട് പറഞ്ഞു, ഡോക്ടർ ജോസിനെ കാണാതെ സംസാരിക്കാതെ ഈ അമ്മ കൺസേൺ തരത്തില്ലായിരുന്നു. എന്നിട്ട് ജേക്കബിനോട് പറഞ്ഞൊരു ഇതിൻ്റെ പശ്ചാത്തലം, ഈ കുട്ടി ഈ ഹൃദയം ദാനം ചെയ്യുന്ന അനുജിത്തിന് 2 വയസ്സായിരുന്നപ്പോഴത്തേക്കും അവൻ്റെ അച്ഛൻ ഒരു ക്യാൻസർ വന്ന് മരിച്ചുപോയത്. ഒരു കുട്ടിയുള്ളൂ. അന്ന് അനുജിത്തിൻ്റെ അമ്മയ്ക്ക് 28 വയസ്സോ 29 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ വിളിച്ച് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നമ്മുടെ മകനെ നന്നായിട്ട് നോക്കണം, പഠിപ്പിക്കണം, അവനെ ഒരു എഞ്ചിനീയർ ആക്കണം, അതാണ് എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ ഈ അമ്മ ഈ കുട്ടിയുടെ ഓരോ വിരലുകളും കൈകളും കാലുകളും വളരുന്നത്, ഓരോ ക്ലാസ്സിൽ ജയിക്കുന്നത് എല്ലാം സ്നേഹത്തോടെ വീക്ഷിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് അവരെ അവസാനം എഞ്ചിനീയറിങ്ങിന് പോവുകയാണ്. എഞ്ചിനീയറിങ്ങിൻ്റെ അവസാനത്തെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് അവർ തിരിച്ചു വന്നിട്ട് അമ്മയോട് പറയണം, അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാമെന്നാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹിച്ചപ്പോഴത്തേക്ക് അവർ അമ്മയോട് ചോദിച്ചമ്മേ, തിരിച്ചു വന്നു കഴിയുമ്പോൾ എനിക്കൊരു നല്ല സമ്മാനം തന്നെ കേട്ടോ. അപ്പം പറഞ്ഞ അമ്മ എന്താ സമ്മാനം തരാറുണ്ട്? ഞാൻ തന്നെ നിനക്കുള്ള സമ്മാനം, വാട്ട് ഓവർ ഐ ഹാവ് ഈസ് യുവേഴ്സ്. അവൻ ചോദിച്ചത് ബൈക്കായിരുന്നു. അത് സാധാരണ ആ പ്രായത്തിലുള്ള എല്ലാവരും ചോദിക്കുന്നത് ഗിഫ്റ്റ്, പേരൻസിനോട് ചോദിക്കുന്നത് 2 വീലർ ആയിരിക്കാം. ഏതൊക്കെയാലും വളരെ നല്ല മാർക്കോട് കൂടി അവൻ പരീക്ഷയെ പാസ്സായിട്ട് വന്നു. അമ്മ അവനൊരു നല്ല ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു. ഏകദേശം 6 മാസത്തിന് ശേഷം അവന് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്മിഷൻ ചെന്നൈയിൽ കിട്ടി. അങ്ങോട്ടേക്ക് പോവുകയാണ്. തലേ ദിവസം സുഹൃത്തുക്കളോടൊപ്പം ഒരു വിടപറച്ചിൽ മീറ്റിങ്ങിന് ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് അവരുടെ അപകടമുണ്ടാകുന്നത്. ഒരു നായ കുറുകെ ചാടി അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവൻ്റെ തല ഒരു മരത്തിലിടിച്ച് അബോധാവസ്ഥയിൽ ഒരു മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ നിന്നും എറണാകുളത്തെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുവന്ന ശേഷമാണ് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യ, ഒരേ ഒരു മകൻ, 2 വയസ്സ് മുതൽ അവനെ കാത്തു പരിരക്ഷിച്ച് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയ ഒരു അമ്മ, ആ അമ്മയ്ക്ക് ഡോക്ടർ ജോസ് ചാക്കോയെ കാണണം എന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നോ എന്ന് പറയാനുള്ളൊരു സ്കോപ്പ് അവിടെ ഇല്ല. അപ്പോൾ ഞാൻ അമ്മയെ കാണാൻ പോവുകയാണ്. റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു യുവതിയായ സ്ത്രീ അവിടെ ഇരിക്കുന്നു, കട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ
നോക്കിയപ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്നും ചാലുകൾ പോലെ കണ്ണുനീർ ഒഴുകി വന്ന രണ്ട് ചാലുകൾ കാണാം. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പോയി ഇരുന്ന് കൈയിലൊന്ന് പിടിച്ചു. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമുക്കറിയാം വളരെ വൈകാരികമായിട്ടൊരു സാഹചര്യമാണ്. അല്പനേരം കഴിഞ്ഞ് പുള്ളിക്കാരത്തി മുഖം ഉയർത്തി നോക്കി എന്നോട് ചോദിച്ചു, ഡോക്ടറെ എൻ്റെ മകൻ്റെ ഹൃദയം എടുക്കാൻ വന്നതാണല്ലേ എന്ന് ചോദിച്ചു. എന്തുത്തരമാണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തിന് ശേഷം ഞാൻ പറഞ്ഞു, അല്ല അമ്മ, അമ്മയുടെ മകൻ്റെ ജീവൻ ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ വന്നതാണ്. അമ്മയുടെ മകൻ്റെ ഹൃദയത്തിലൂടെ അവൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് ഞങ്ങൾ വന്നതാണ്. അതിൻ്റെ തിരിയും ജീവിക്കും, ഈ വർഷങ്ങൾ ജീവിക്കും. ആ തളർന്ന അമ്മ കട്ടിലേക്ക് കിടക്കുന്നതും കണ്ടിട്ടാണ് ഞങ്ങൾ അനുജത്തിൻ്റെ ഹൃദയവുമായിട്ട് ശ്രുതിയുടെ സർജറിയിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ 14 വർഷം കഴിയുമ്പോൾ ഇന്നും ശ്രുതി ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട് അനുജത്തിൻ്റെ ഹൃദയവുമായി. അതുപോലെ ഓരോ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും ഓരോ വലിയ സംഭവങ്ങളാണ്, ഓരോ ദാനങ്ങളാണ്. ആ ദാനമാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഏതോ ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിളെല്ലാം തയ്യാറായി കഴിഞ്ഞ് ഞാൻ ഇതിനെ നന്മ ചെയ്ത അമ്മ എന്നുള്ളൊരു ക്യാപ്ഷനോടുകൂടി എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചത് നന്മ എന്ന് വിളിച്ചാൽ പോരല്ലോ. കാരണം നമ്മളെല്ലാവരും നന്മ ചെയ്യുന്നവരാണ്, എല്ലാ ദിവസവും നന്മ ചെയ്യുന്നവരാണ്, നന്മ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും അവസാനത്തെ ചില്ലിക്കാശ് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നമ്മുടെ പൊസഷൻസ് എടുത്തു കൊടുക്കാൻ, വേറെ ആൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന മനസ്സിനെ നന്മ എന്ന് വെച്ചാൽ പോലും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തനുജ എന്ന് പറയുന്ന മീറ്റിംഗ് വന്നിരുന്നോ എന്ന് പറഞ്ഞത് എഴുത്തുകാരൻ. തനുജയെ വിളിച്ച് ചോദിച്ചു, ഈ നന്മയ്ക്കുപരിയായിട്ട് മലയാളത്തിൽ വേറെ എന്തെങ്കിലും വാക്കുകളുണ്ടോ എന്ന് ചോദിച്ചത്. തനുജ പറഞ്ഞ ഡോക്ടറെ നന്മയാണ് മാക്സിമം എന്നത്. ഞാൻ പറഞ്ഞു, ഞാനതിനെ നന്മത്വം എന്ന് വിളിക്കും. നന്മത്വം ഞങ്ങളുടെ മെഡിക്കൽ ടെർമിനോളജിയിലൊക്കെ ഞങ്ങൾക്ക് ബാക്ടീരിയ, സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു, അത് രക്തത്തിലൂടെ ഒഴുകുമ്പോഴത്തേക്കും അതിനെ ബാക്ടീരിയ എന്ന് പറയും. അതുപോലെ നന്മ രക്തത്തിലൂടെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നന്മത്വം എന്ന് പറയുന്നത്. ആ നന്മത്വമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. ആ നന്മത്വമാണ് നിലവിലുള്ള ഓരോ വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ ദാനം ചെയ്യുന്നത്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ പൊസിഷൻസ്, അത് ലെസ് ഡിസർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നന്മയല്ല, നന്മത്വമാണ്. ആ നന്മത്വമാണ് ഇതുപോലെയുള്ള സംഘടനകളെ മുന്നോട്ട് നയിക്കുന്നതും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയ നേതാക്കന്മാർ കാണിക്കുന്നതും വലിയ വലിയ നന്മത്വമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്ന വലിയ മാതൃകയാണ്. നമ്മൾക്കറിയാവുന്ന സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, സ്വാർത്ഥ താല്പര്യത്തോട് ജീവിക്കുന്ന വ്യക്തികൾ, വേറൊരു വ്യക്തിക്ക് വേണ്ടി ഒരു നിമിഷം പോലും നിന്നു കൊടുക്കാൻ തയ്യാറാകാത്ത മനസ്സിൻ്റെ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം വ്യക്തികൾ. അപ്പോൾ അവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജോയ് ഓഫ് ഗിവിങ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, അതിൽ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലൊന്നും നമുക്ക് വേണ്ട. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സന്തോഷിക്കുമ്പോൾ, നമ്മൾ ചിരിക്കുമ്പോൾ, നമ്മൾ വേറൊരു വ്യക്തിക്ക് ഒരു സഹായം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില ഹാപ്പി ഹോർമോൺസ്, നമ്മുടെ ഓക്സിറ്റോസിനും സെറട്ടോണിനും ഡോപ്പമിനും ഹാപ്പി ഹോർമോൺസ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഒരാളുടെ കയ്യിൽ നിന്നൊരു സാധനം വീണിട്ട് നമ്മൾ എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് അയാൾ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മൾ കാർ ഓടിച്ച് പോകുമ്പോഴത്തേക്കും ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് ക്രോസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, ജോയ് ഓഫ് ഗിവിങ്. ആ ജോയ് ഓഫ് ഗിവിങ് ആയിരിക്കും നമ്മുടെ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ തലച്ചോറും നമ്മുടെ രക്തത്തിൽ നന്മത്വമായിട്ട് കൊടുക്കുന്നത്. അത് കൊടുക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം. ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മിനിറ്റ് നിന്ന് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ചവിട്ടാൻ ഒരു നിമിഷം നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ അതിനേക്കാൾ വലിയൊരു ദാനം നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനില്ല. നിങ്ങൾ ചെയ്യുന്നതും അത് തന്നെയാണ്. അത് തുടരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ നേതാക്കന്മാർക്ക് ശക്തി പകരട്ടെ. ഇനി മുന്നോട്ടുള്ള എല്ലാ യാത്രയിലും നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ദിവസം സാഫല്യമാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ
ക്ലാസ്സിലെ കുറുക്കുരെ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, sir, for your being so humble by your compliments on our YWC. May you continue to touch the lives of people and the hands of God act through you. I invite our President Dr. Muku ma'am to present a token of love and gratitude to our chief guest. Sir, we welcome you to receive the memento. ഡിസൈൻ ചെയ്ത് ഇതാണ്, അതുകൊണ്ട് തുറന്ന് കാണാം. Thank you, sir. Thank you, ma'am. I would like to invite esteemed Padma Bhushan Dr. Jose Jacob to receive the first copy of her directory and unveil the same. ഈ രണ്ട് വ്യക്തികളായി ഡയറക്ടറി ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് എനിക്ക് അതിലൊരു ഭാഗവുമില്ല. ചിരഞ്ജേച്ചി രാവിലെ തൊട്ട് വൈകിട്ട് വരെ വിളിച്ച് ഫോട്ടോഗ്രാഫ്സ് കിട്ടി. എല്ലാവരുടെയും 109 പേരുടെയും ഫോട്ടോ കിട്ടി. ആൻഡ് തമിഴ്ന ഐ തിങ്ക് വാസ് ഇൻ ദ പ്രിന്റിംഗ് പ്രസ് ഫോർ ഓൾമോസ്റ്റ് എ വീക്ക്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അൻസാരിയെ കാണാൻ പോകുന്നത് ആരെയും അൻസാരിന്ന് അന്വേഷിച്ചപ്പോഴായിരിക്കും മനസ്സിലായത്. സോ എൻറ്റയർലി ദ വർക്ക് ആൻഡ് ദ ക്രെഡിറ്റ് ഓഫ് ദിസ് ഡയറക്ടറി ഗോസ് ടു ചിരഞ്ജേച്ചി ആൻഡ് തമിഴ്ന ആൻഡ് ഓഫ് കോഴ്സ് ടു ഓൾ ഓഫ് യു. എല്ലാ ഫോട്ടോഗ്രാഫ്സ് സമയത്തിന് കൊടുത്തു. It's turned out to be a very beautiful directory. You can see it now. Thank you all the dignitaries. This is a moment to recognize and honor the stalwarts who have paved the way for what YWCA is today. Every organization has a few pillars, individuals whose selfless contributions, unwavering commitment and deep-rooted love for the institution continue to inspire generations. Today we are privileged to felicitate 3 such warriors. To do the honors, I invite our chief guest, Padma Bhushan Dr. Jose Jacob to kindly come forward. We request you to present a token of love and gratitude to each of these women of substance. First, we call upon Mrs. Chinema Jacob, a gentle guiding force who has stood as a source of wisdom and grace for decades. Ma'am, please. നിങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാവരും കാണുന്നതാണല്ലോ. And I think she's 84 years old and still holding with steadfast determination. Next, we call upon Mrs. Geeta Marcos, whose tireless efforts and nurturing presence have shaped key initiatives of YWCA. Finally, Ms. Rosie Delzia, a beacon of strength and guardian of our hall, whose dedication and support has enriched our YWCA. It gives us immense
pleasure to welcome you all to the prize distribution ceremony of our annual day celebrations. Over the past few days, we have witnessed outstanding participation, remarkable talent, and an incredible spirit of sportsmanship and creativity from all of our members. Now it's time to recognize and honor those who have stood out with their excellence in sports and arts and made these celebrations truly unforgettable. As your names are announced, step onto the stage promptly and receive your prize with a bright smile and make way for the next winner. So we kindly invite. So I have already shared the prize list with you. So I hope when the names are called out, please come promptly to the stage and receive the prizes. So we kindly invite the esteemed Padma Bhushan Dr. Jose Chacko to do the honors for distributing the prizes. So please, let's begin. First, I call upon Ms. Sheila Daniel for Bible quiz for securing first prize in Bible quiz and second prize in memory test. Next, Minu Francis, first in Bible quiz, second in painting, first in fancy dress, second for monoact, and third for embroidery. Next, Manju Gigi, first in devotion, second in film songs, third in duet, second in recitation. Next, Donna Tenson, first in film songs, first in recitation, second in devotional song. Next, Ms. Sindhu George, first in duet songs. Next, Dr. Kuku Matai, first in duet song. Dr. Tamana, first prize hairstyle, second prize duet song, first prize speech, second prize poetry, third prize painting, third prize fancy dress, first prize phono act. Mrs. Sheila Isaac, first prize story writing, second prize Bible quiz, third prize poetry, and third prize garland race. Repeating once again, Mrs. Sheila Isaac. Next, Mrs. Geeta James, first prize poetry, third prize Bible quiz, third prize devotional song, third prize duet song. Ms. Sarah Bobby, first prize painting. Mrs. Sheila Sabu, first prize memory test, second prize candle race, third prize speech. Mrs. Anita Jejo, first prize garland race. Mrs. Lovely John, first prize candle race, third prize hairstyle. Please give a huge round of applause to all the participants and winners. Dr. Annie Udupan, second prize devotional song, second prize speech, and second prize duet. Come on, cheer up. Mrs. Susan Joss, second prize hairstyle, second prize fancy dress.
Mrs. Philomena Baby, second prize embroidery and second prize story writing. Dr. Shiny Tenson, second prize painting and third prize story writing. Mrs. Priya Francis, second prize memory test. Mrs. Lizzie Elias, second prize garland trace, third prize film song. Mrs. Lizzie Elias. Mrs. Minnie Sebastian, third prize mono act. Ms. Rosie Devsia, third prize memory test. Ms. Rosemary Reggie, third prize memory test and third prize candle race. Next, Ms. Nina Jo, third prize recitation. Next, Mrs. Annie Avarachan, second prize for speech. Next up, we have the incentive prizes to the participants of Bible quiz by the quiz mistress. Annie Avarachan, Mrs. Annie Avarachan. Mrs. Lizzie Elias, Mrs. Susan Joss, Mrs. Mercy Thomas, and Mrs. Philomena Baby. Let's give a round of applause to all the winners. So next, the overall trophy goes to first runner-up, Ms. Minu Francis, 70 points. And all-rounder Dr. Tamanna has secured the first prize with 23 points. ഏറ്റവും സ്നേഹ ബഹുമാന്യനായ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, സ്നേഹ നിധിയായ പുത്തൻവാച്ച സെക്രട്ടറി മിനി, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, സായാഹ്നമാണിത്. ഈ അവസരത്തിൽ നന്ദിയുടെ ഏതാനും വാക്കുകൾ. നമ്മുടെ വൈഡപ്പിസിയുടെ പ്രസിഡന്റ് പദം അലങ്കരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ ഡോക്ടർ കുക്കുവിന് നന്ദിയുടെ ഒരു വാക്ക് പറയട്ടെ. വൈഡപ്പിസിയുടെ സാരഥി എന്ന നിലയിൽ ഏറ്റവും കാര്യക്ഷമമായി വൈഡപ്പിസിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട്
എങ്കിലും നമ്മുടെ ഏറ്റവും സ്നേഹബഹുമാനിയായ ചീഫ് ഗസ്റ്റ് ജോസ് ചാക്കോ പെരിയപുറം, അദ്ദേഹത്തിന് ഡോക്ടർ കുക്കുവിനെ പല മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാമായിരിക്കും. പക്ഷേ YWCA പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം കാര്യമായിട്ട് ഡോക്ടർ കുക്കുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഏതാനും കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1964 പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് മൂവാറ്റുപുഴ YWCA. അന്നത്തെ അംഗങ്ങൾ ഏറെ പണിപ്പെട്ട് YWCAയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഫലമായിട്ട് 1975 YWCAക്ക് നാഷണലിൽ നിന്നുള്ള അംഗീകാരം അഫിലിയേഷൻ കൊടുക്കുന്നത്. ഹോസ്റ്റല്, ടൈലറിംഗ് സ്കൂൾ തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി YWCA കുറെ കാലം മുന്നോട്ട് പോയി. പിന്നീട് അന്നുണ്ടായിരുന്ന ആ നേതാക്കളിൽ പലരും സ്ഥലം മാറിപ്പോവുകയും ചിലരൊക്കെ മണ്ണ് നിറഞ്ഞു പോവുകയും ചെയ്തു. ഇത് ഞാൻ പറയാൻ കാരണം അതിനുശേഷം കുറെ കാലത്തേക്ക് മൂവാറ്റുപുഴ YWCAയുടെ പ്രവർത്തനങ്ങൾ താരതമ്യേന മന്ദഗതിയിലായിരുന്നു. ഈ അവസരത്തിലാണ് 1997 ഡോക്ടർ കുക്കു തന്റെ ചെറുപ്പത്തിന്റെ എല്ലാ ഊർജ്ജസ്വലതയോടും കൂടി ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് YWCAയുടെ സാരഥിയായിട്ട്, മുൻനിര പ്രവർത്തകയായിട്ട് ഇതിലേക്ക് കടന്നു വരുന്നത്. ആദ്യം തന്നെ മെമ്പേഴ്സിന്റെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. മെമ്പേഴ്സിനെ കൂടുതലായിട്ട് അണിചേർക്കാനായിട്ട് മെമ്പർഷിപ്പ് കുറഞ്ഞു പോയിരുന്നു. അങ്ങനെ കുറെ പേരെ YWCAയിലെ മെമ്പേഴ്സാക്കി ചേർക്കുകയും പിന്നീട് അന്ന് ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ ഹോളും സ്ഥലവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുക്കുവിന്റെ നേതൃത്വത്തിൽ കുറെ സീനിയർ മെമ്പേഴ്സ്, ഡോക്ടർ ഗീത മാർക്കോസ്, പറഞ്ഞ നമ്മുടെ ചിന്നമ്മ ചേച്ചി, അങ്ങനെ കുറെ പേര് സീനിയർ മെമ്പേഴ്സ് ഇന്ന് അന്നുണ്ടായിരുന്ന മെമ്പേഴ്സാണ്. അവരൊക്കെ ഇന്നും പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അതുപോലെ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയവരും ഒക്കെ വിട്ടുപോയവരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ആ സാന്നിധ്യം, വിട്ടുപോയവർ പോയി, പക്ഷേ ഇവരുടെയൊക്കെ സാന്നിധ്യത്തില് വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് YWCA പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയത്. സാമ്പത്തിക ഭദ്രത ഇല്ലായിരുന്ന കാലഘട്ടത്തില് വൈകുന്നേരങ്ങളില് ഒരു വീട്ടമ്മയും ഒരു ഡോക്ടറും ഒക്കെയായി ഏറെ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ കുക്കു ചിന്മചേച്ചി എന്നോട് പറഞ്ഞു, 7 മണിക്ക് ശേഷം ഇവരൊക്കെ കുറെ പേര് കൂടി അഭ്യുദയകാംക്ഷികളായ ആളുകളുടെ അടുത്ത് പോയി പണപ്പിരിവ് നടത്തുകയും സംഭാവനകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് YWCAയ്ക്ക് വേണ്ടി ധനശേഖരണം നടത്തി ഇന്ന് കാണുന്ന ഈ സ്ഥലവും ഈ കെട്ടിടവും ഒക്കെ രൂപപ്പെടുത്തി. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് ഈ വേദിയിലെ മനോഹരമായ സൗകര്യമായിട്ടിരിക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ആ ഒരു കാലഘട്ടത്തിന് ശേഷം കുറെ നാൾ പിന്നീട് വന്ന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ YWCAയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു. അതിനുശേഷം വീണ്ടും ഈ അടുത്ത നാളിലാണ്, കഴിഞ്ഞ വർഷം 2 വർഷമായി വീണ്ടും ഇതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത്. 2 വർഷത്തിനിടയിൽ കുക്കുവിന്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളിലും YWCAയുടെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ റിപ്പോർട്ടിൽ വായിച്ചു കേട്ടു, ഞാൻ വിശദീകരിക്കുന്നില്ല. അതിലെ എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് ഈ ഹോള് AC ചെയ്തു എന്നുള്ളത്. എയർ കണ്ടീഷൻ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇത് നടക്കുമോ എന്നുള്ളത്. ഞാനത് അറിയിച്ചെങ്കിൽ പോലും കുക്കിന്റെ നിശ്ചയദാർഢ്യം ഒന്ന് മാത്രമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്
കാര്യക്ഷമത, ഉത്സാഹം, പിന്നെ വീട്ടിൽ നിന്ന് ഉള്ള സപ്പോർട്ട്, ഡോക്ടർ ബിനോയും മക്കളും ഒക്കെ കുക്കുവിനെ വളരെ സ്നേഹത്തോടെ സഹായിക്കുന്ന അല്ലെങ്കിൽ വേണ്ട പ്രോത്സാഹനം നൽകുന്ന ഒരു സാഹചര്യം കൊണ്ട് എല്ലാം കൂടി ഒത്തിണങ്ങിയിട്ട് വളരെ മേന്മയേറിയ ഒരു പ്രവർത്തനമാണ് ഡോക്ടർ കുക്കു കാഴ്ചവെക്കുന്നത്. ഡോക്ടർ കുക്കുവിന് ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഏറെ ബഹുമാന്യനായ വ്യക്തിയാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. നമുക്കറിയാം, പലതരത്തിലും അദ്ദേഹത്തെ മാധ്യമങ്ങളിലും അല്ലാതെ ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഹാർട്ട് ഈസ് സുപ്പീരിയർ ടു ഇന്റലക്ട് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. ഹൃദയം ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ്. സ്നേഹം, സന്തോഷം, കാരുണ്യം, ഡോക്ടർ പറഞ്ഞതുപോലെ നന്മ, ഈ ഗുണങ്ങളുടെ എല്ലാം ഇരിപ്പിടമാണ് ഹൃദയം. അപ്പോൾ ആ ഹൃദയത്തിന്റെ മിടിപ്പുകൾ ഒരു നിമിഷം പോലും താളം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം പ്രത്യേകം കൈവച്ച് അനുഗ്രഹിച്ച് വിട്ടിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മാത്യു അച്ചാറിനെയും അതുപോലെ എയർലിഫ്റ്റിംഗ് വഴി ഹൃദയം മാറ്റി വെച്ച കഥകളൊക്കെ ഏറെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ മൂത്ത ബ്രദർ 88 വയസ്സുണ്ട്. ഞാൻ അടുത്ത ദിവസം ഞങ്ങൾ വളരെ ബിസി ആയതുകൊണ്ടാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ് ചീഫ് ഗസ്റ്റ്. അപ്പോൾ എന്നോട് ബ്രദർ പറയുകയാണ്, ആ വലിയ മനുഷ്യനെ എനിക്കൊന്ന് നേരിൽ കാണണമായിരുന്നു എന്ന്. ഞാൻ പറയാൻ കാരണം, ആ വലിയ മനുഷ്യനെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ നന്മയെ കൈപുണ്യത്തെ മനസ്സിൽ സംഗ്രഹിക്കുന്ന താലോലിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ജോസ് ചാക്കോയുടെ പക്കൽ നിന്ന് സമ്മാനം സ്വീകരിക്കണമെന്നാണ് ഈ കൊടുക്കണമെന്ന് വരെ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ വളരെ ശ്രേയസ്കരമായ ഒരു ദൗത്യം, ഹൃദയമിടിപ്പുകൾ താളം തെറ്റാതെ സൂക്ഷിക്കാൻ ദൈവം നൽകിയ ഒരു അനുഗ്രഹം ഏറ്റവും ശ്രേഷ്ഠമായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഈ വേളയിൽ ആ സൗഹൃദത്തിന്റെ പേരിലൂടെ എത്ര ഉണ്ടായിട്ട് ഇവിടെ കിട്ടിയതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. ഓൾസോ we are highly grateful to you, Doctor, for acknowledging the power of ladies in your speech. അപ്പോൾ ആ സ്ത്രീ സൗന്ദര്യത്തെ, ശക്തിയെ അങ്ങേയറ്റം അംഗീകരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഡോക്ടറുടെ സാന്നിധ്യവും ഡോക്ടറുടെ നന്മ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്നു. ഡോക്ടർക്ക് ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നത്. ആത്മീയത പാതയിൽ 25 വർഷം പിന്നിട്ട സ്നേഹ ബഹുമാനപ്പെട്ട പുത്തമ്പളച്ചൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ വാക്കുകൾ എപ്പോഴും ഒരു ആത്മീയ ശക്തി, ഉണർവ് പകരുന്നതാണ്, ഊർജ്ജസ്വലനാണ്. ആത്മീയ തലത്തിൽ മാത്രമല്ല, സാമൂഹ്യ തലത്തിലും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലും എല്ലാം വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു. നിർമ്മല സ്കൂളിനെ വളരെ ഭംഗിയായി നേതൃത്വം നൽകി കഴിഞ്ഞ 10 വർഷത്തോളം നയിച്ചു. അപ്പം അദ്ദേഹത്തിനും വലിയ ഒരു ദൗത്യം, ദൈവികമായ ദൗത്യം അദ്ദേഹം സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറെ അനുഗ്രഹമാണ്. പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കോഡിംഗ് സെക്രട്ടറി മിനി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. മിനിക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇനി നമ്മുടെ നന്ദി വാക്കുകൾ അർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രിൻസ് അച്ഛൻ. നേരത്തെ കുക്കൊക്കെ പറഞ്ഞു, 27 വർഷത്തോളമായി വൈഡൽഫീസുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. വേറെ മാത്രമല്ല, ഈ ഹോസ്പിറ്റലും അദ്ദേഹം വലിയ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ സൗമനസ്യമുള്ള വളരെ വിനയാനിതമായ, ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിരുന്നു, അത് എന്നെ വളരെ ആകർഷിച്ചൊരു കാര്യമാണ്. നമ്മൾ അറിവേറും തോറും നിറവില്ലാതെ ആവുകയില്ല, അറിവ് കൂടും തോറും വിനയമാണ് എല്ലാ
മോളെ ഏറ്റവും മനോഹരമായിട്ട് അലങ്കരിച്ച, അതിനെ സഹായിച്ച ഡോക്ടർ തമന്നയോടൊപ്പം നിന്ന ശ്യാമള, അവരെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഈ പരിപാടികൾ ഏറ്റവും വിജയകരമായി നടത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കുളിർമയേകുന്ന ഒത്തിരിയേറെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. അതുപോലെ വൈദ്യുതിക്ക് മാർഗനിർദ്ദേശങ്ങൾ യഥാസമയം നൽകുന്ന നമ്മുടെ സീനിയർ മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ അതിഥികളായി നമ്മൾ ക്ഷണിച്ചിവിടെ എത്തിയിട്ടുള്ളവരുണ്ട്. വൈദ്യുതി മെമ്പേഴ്സിന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ നിറസാന്നിധ്യം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും സന്തോഷമാണ്. ഈ മീറ്റിങ്ങിന് വലിയ ഊർജവും ശക്തിയും ആകർഷകത്വവും ഒക്കെ നൽകുന്നു. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി എല്ലാവർക്കും അർപ്പിക്കുന്നു. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം റോസ് ചേച്ചിയുടെ കാര്യമാണ്. നമ്മുടെ റോസി ചേച്ചിയും ദേവസ്യ സാർ വൈദ്യുതി എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും തൊട്ടടുത്ത് വീടാണ്. എല്ലാ സഹായത്തിനും ഓടിയോടി ചെയ്തത് റോസ് ചേച്ചിയുടെ അടുത്തേക്കാണ്. അതോടൊപ്പം എടുത്തു പറയാനുള്ള കാര്യം, ഇവിടെ ആനുവൽ ഡേ, ക്രിസ്മസ്, ഓണം, പിന്നെ സെലിബ്രേഷൻസ്, ഈ പ്രത്യേക പരിപാടികൾ വരുമ്പോഴെല്ലാം ദേവസ്യ സാർ മുൻനിരയിലുണ്ട്. അതായത് പരിസരം എല്ലാം ക്ലീൻ ആക്കാൻ, എല്ലാ ക്ലീനിങ്ങും മറ്റ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ കുറവുകളൊക്കെ പരിഹരിച്ച് ഭംഗിയായിട്ട് വൈദ്യുതി രൂപപ്പെടുത്താൻ സാഹചര്യം ഒരുക്കാൻ ഏറ്റവും തയ്യാറായി മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ദേവസ്യ സാറും റോസി മിസ്സും. അവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇനി ഇന്നത്തെ ഈ യോഗത്തിൽ MC ചെയ്ത 2 ചുണ്ടുകുട്ടികളായ യുവതാരങ്ങളുണ്ട്. മിനി മേരി ഫ്രാൻസിസ്, ഹെലൻ മേരി സെബാസ്റ്റ്യൻ. അവരുടെ ഓരോരുത്തരുടെയും അവരുടെ നല്ല മനസ്സും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി, അതുപോലെ തന്നെ ഈ വൈദ്യുതിയുടെ ഇന്നത്തെ ആഘോഷം അല്ലെങ്കിൽ ഞാനുകളുടെ ഏറ്റവും സുന്ദരമാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞു പ്രവർത്തിച്ച ഭക്ഷണ കാര്യത്തില്, അലങ്കാരം, മത്സരത്ത്, മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ഓർമ്മിച്ച് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Mrs. Sheila Isaac. Miss Irene Bello, who sang the melodious prayer song. Mrs. Rosie Devasya for felicitating Father Anthony Puthuru. Mrs. Shyamala Gopalakrishnan. Mr. Rupesh. Mr. Jijo, Mr. Raju,